നമസ്കാരം. രേണു സുധി. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിതൽ വ്ലോഗും അതുപോലെ ഏതാ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും. ഇവരാണ് 3 പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുരിക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാൻ. അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പൊ ഇവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം രേണു സുധി ഈ വീടിന്റെ ഐശ്വര്യം. കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. നാണമുണ്ടോ നട്ടാ കുറയ്ക്കാത്ത ഈ കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ? എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലും അല്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി. ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി, ഇല്ലാത്തവര് കഴിക്കേണ്ടതേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിലെ എന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത് അത് അവരുടെ പ്രമോഷനായിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അഭിനയിച്ചതാണ്. അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്കിത് പ്രതികരിക്കാൻ തോന്നുന്നത്. ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്കൊന്നും ഇതിൽ കൂടുതൽ എന്താ പറയാൻ? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സാൻ മറീനോ ഹോട്ടൽ പാപ്പിലോണിലുണ്ട്. 11-ാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ട് ഞാൻ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ. അപ്പം എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.